ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് വിഷു ആണ്. അതുമാത്രമല്ല ഐൻ ബേബിക്ക് 2 months ആയിക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ മന്തിലും ഫോട്ടോഷൂട്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ 2 മന്തിൻ്റെ ഫോട്ടോ എടുക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിഷു ആണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മൾ സദ്യ ഉണ്ടാക്കലും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ ഇതേ 2 കുട്ടീസും രാവിലെ തന്നെ എണീച്ചിരിക്കുകയാണ് കേട്ടോ ഈ കാണുന്നത്. വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോൾ അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ബൂസ്റ്റൊക്കെ കുടിച്ചിട്ട് ഇരിക്കുകയാണ്. ഞങ്ങൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്. അപ്പോൾ ഇന്ന് വെള്ളപ്പം, തേങ്ങാപ്പാൽ, മുട്ട ചിക്കിയതൊക്കെ ആയിരുന്നു. അത് കഴിച്ച് റുവാക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടാണ്. പിന്നെ ഇതേ 2 കുട്ടീസിൻ്റെയും കൂലിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി കെടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ വെറുതെ രണ്ടാളെയും അടുപ്പിച്ച് കെടുത്തിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഐൻ ബേബി ഇതേ നല്ല കുട്ടിയായിട്ട് കെടുക്കുന്നുണ്ടായിരുന്നു, കരയൊന്നും ചെയ്യാണ്ട്. പിന്നെ ഇതേ അയിനൂന് വൈറ്റമിൻ്റെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ നോക്കിയിട്ടാ, എനിക്ക് തീരെ ഇഷ്ടമല്ല ഇത് കുടിക്കണത്. കൈകൊണ്ട് തട്ടൊക്കെ ചെയ്യും കേട്ടോ ഇത് കൊടുക്കുന്ന ടൈമിൽ. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അതിന് ശേഷം പിന്നെ അവനക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തൊട്ടിയിലിട്ടിട്ട് ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട്. മോൾ ഇതേ ഇവിടെ കളിക്കണ ടോയ്സ് വലിച്ചിട്ടിട്ടും പിന്നെ നമ്മൾ എണീച്ചിട്ട് ബെഡൊന്നും മടക്കിയൊക്കെ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ മടക്കിയൊക്കെയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. ഉമ്മ അവിടെ ഉച്ചക്കലത്തെ ഫുഡിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോളിപ്പോൾ ടി വിയിൽ കാണുമ്പോൾ മെയിനായിട്ട് കാണുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ചലും അതേപോലെ തന്നെ ഡോറാണ് കേട്ടോ. അപ്പോൾ ഡോറയാണ് ഇപ്പോൾ കൂടുതലും കാണല്. അപ്പോൾ അതിലത്തെ പാട്ടൊക്കെ വരുമ്പോഴുള്ള ഡാൻസിങ് ആണ് കാണുന്നത്. കുറേ സ്റ്റെപ്പുകളുണ്ട്. അതുപോലെ അതിലത്തെ കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഡോറ കാണാൻ. അപ്പോൾ അവളിങ്ങനെ ഓരോ ഡാൻസൊക്കെ കളിക്കുമ്പോൾ ഞാനത് ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. പിന്നെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ അതേ രാവിലത്തെ മുട്ട ചിക്കിയത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ബ്രിഞ്ചാൾ ഫ്രൈ, മുരിങ്ങയില പച്ചക്കറി, അതേപോലെ തന്നെ സാമ്പാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കൂട്ടിയിട്ട് ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ച്. റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ കഞ്ഞിയാണ് കൊടുക്കണുണ്ടായിരുന്നത്. അവൾ ഫുഡ് അങ്ങനെ കഴിക്കണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കഞ്ഞിയും അതേപോലെ തന്നെ അതിലേക്ക് ഈ ഒരു ബ്രിഞ്ചാൾ ഫ്രൈയും കൂടിയിട്ട് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ചോക്ലേറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റുവാക്ക് ഒരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കണില്ല. അപ്പോൾ അത് കഞ്ഞിയൊക്കെ കൊടുക്കണം കേട്ടോ. കഞ്ഞി കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ റൂമോളും ഉറങ്ങി. അപ്പോൾ 2 കുട്ടീസ് ഉറങ്ങുകയല്ലേ. അപ്പോൾ ഞാനും ഉമ്മയും കൂടി ഇരുന്നിട്ട് ടി വി കാണുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ ടി വിയിൽ നമ്മളിങ്ങനെ ഓരോ യൂട്യൂബ് ചാനൽ മാറി മാറി കാണുന്നുണ്ട്. അപ്പോൾ ഐഷാസ് കിച്ചൻ കണ്ട്, പിന്നെ പുള്ളോത്തി കണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആലോചിച്ചത് ഐൻ ബേബിയുടെ ഫോട്ടോ എടുത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഇങ്ങനെ ഈ ഒരു തീമാണ് കേട്ടോ, ബിസ്ക്കറ്റ്, കേക്ക് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ദേ ഐൻ ബേബിയുടെ 2 month ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വിഷുവൊക്കെ അല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പമാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടി, 1/2 കപ്പ് മൈദ, 1/4 കപ്പ് റവ, ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി 3 ശർക്കര മെൽറ്റ് ചെയ്തതാണിത്. അത് ചൂടോടുക്കനെ തന്നെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നല്ല രീതിക്ക് മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതുപോലെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ. ഇനി അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ നല്ല രീതിക്ക് പൊന്തി വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടിയും ഒന്ന് കുക്കാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്യപ്പം റെഡിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്യപ്പമാണ്. വളരെ കുറച്ച് ടൈം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതേ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എല്ലാതും
സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കു ആണെന്നുണ്ടെങ്കിൽ ഓഫീസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇക്കു ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്ടോ. അങ്ങനെ പിന്നെ ഞാനും ഉമ്മയും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അപ്പോൾ ഈ ഒരു നെയ്യപ്പൊക്കെ കൂട്ടിയിട്ടാണ് കുടിക്കേണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഇവിടെ റുവ ബേബിയും ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നെയ്യപ്പൊക്കെ കഴിക്കുന്നുണ്ട് ട്ടോ. അവൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതേ റുവ ബേബിനെ ഇരുന്നിട്ട് കുറച്ച് ടൈം കളിക്കുകയൊക്കെ ചെയ്ത് അവൾ ഈ ഷേപ്സിൻ്റെ ഇതെടുത്തിട്ട് ഇങ്ങനെ കളിക്കണുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കറക്റ്റായിട്ട് ഓരോ ഷേപ്സിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ അറിയില്ല. നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇടും കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ക്ലാപ്പ് ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അവൾ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് അവൾക്ക് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അവളെ കളിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്കലത്തെ ഫുഡ് ഉണ്ടാക്കണ ടൈമായി. അപ്പോഴും ഇക്കു ഓഫീസ് കഴിഞ്ഞ് എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ട് ഭയങ്കര പണിയാണ് ഓഫീസിൽ. അപ്പോൾ രാത്രി ഇക്കു നമ്മളോട് ഫുഡൊക്കെ കഴിച്ച് കിടന്നോ ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ഉമ്മയും മാത്രമല്ലല്ലോ കഴിക്കാൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ കഴിക്കാനുണ്ടായിരുന്നത് രാത്രി. അങ്ങനെ നമ്മൾ രാത്രിക്കലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് മദർത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഇത് താത്ത വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് അതിനുശേഷം പിന്നെ ആസ് യൂഷ്വൽ കുട്ടീസൊക്കെ ഉറങ്ങാൻ എന്തായാലും നല്ല ലേറ്റ് ആവുമല്ലോ. അപ്പോൾ അവരെ കൂടെ ഇരിക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു കുട്ടി വ്ളോഗിലുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ, ബൈ, ടേക്ക് കെയർ.